ഗായ്സ്, വെൽക്കം ബാക്ക് ടു വൺ വിത്ത് അഗ്നിസെല്ലാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഇത് നല്ല യൂസ്ഫുള്ളാണ്. ബാക്കിൽ കൊത്തി നല്ല ക്യൂട്ടായതുകൊണ്ട് നമ്മൾ ടൈം ടേബിൾ അടുക്കി വെക്കാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പീരീഡ്സ്. നിങ്ങൾ ഇത് കാണണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിത് വായിക്കാമെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പീരീഡ്സ്. നമ്മളിത് ഫുള്ളും എടുക്കാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് കാണിക്കാം. സാധനം തന്നെ 2 ബ്ലൈൻഡ് ബോക്സാണ് വരുന്നത്. ഇനി ഞാൻ വിലയൊക്കെ ചുമ്മാ എഴുതിച്ചിട്ടുണ്ട്. ഇനി 3 ബ്ലൈൻഡ് ബോക്സ് ആയതുകൊണ്ട് 500 രൂപയാണ്. ഇന്ന് 2 ഉള്ളൂ, എന്നാലും സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ളതുകൊണ്ട് 400 രൂപ. ഞാൻ അടുത്ത് എടുത്തിട്ട് തരാം. ഗൈസ്, പിന്നെ വരുന്ന ഇത്രയും പൗച്ചാണ്. 2 ഗ്രീന്, 2 യെല്ലോ, 1 ബ്ലൂ, 1 വൈറ്റ്, 1 പിങ്ക്. നല്ല ഇത് വായിച്ച് നോക്കിക്കുക നിങ്ങൾ. എന്താണ് പേപ്പർ പൗച്ചാണ് ഗൈസ്, ഇതൊരു പൗച്ചാണ്. പിന്നെ ഈ സാധനത്തിൻ്റെ അകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതിൻ്റെ അകത്തുള്ളത് ഈ കുഞ്ഞി ഇങ്ങനത്തെ കവായി ബ്രിക്സാണ്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കവായി ബോക്സിൽ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു കവായി ബോക്സ് എടുക്കാൻ്റെ ബാക്ക് നിങ്ങൾക്ക് യൂസ് ഇല്ലെങ്കിൽ ബാക്ക് എടുത്തിട്ട് ഇതേപോലെ വെട്ടിയാൽ മതി. നല്ല ക്യൂട്ടാണ്. ഇത് ഗെയിമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കാരണം തിരിച്ചിട്ട് ഏത് കളറാണെന്നൊക്കെ ഗസ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ അടുത്തെടുത്തിട്ട് ഗൈസ്, അടുത്തെന്ന് പറഞ്ഞ ഒരു കവായി സ്റ്റിക്കേഴ്സാണ്. ഇത് സിമ്പിളാണ്. വരച്ചിട്ട് സെല്ലോ ടേപ്പ് മേളിൽ ഒട്ടിക്കുക. എന്നിട്ട് ബാക്കിൽ ഗ്ലൂ ഉണ്ടെങ്കിൽ ഗ്ലൂ വയ്ക്കുക. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വേണം കേട്ടോ. ഞാൻ സ്റ്റിക്കേഴ്സ് കിട്ടിയെന്ന് അതിൽ നിന്ന് എടുത്താണ്. അതായത് ബാക്കിൽ ഇങ്ങനെ പടുത്തെടുത്തിട്ട് ഗൈസ്, അടുത്ത് ഈ ഒരു കുഞ്ഞ് ഡയറിയാണ്. ഗ്രിഡൊക്കെ ഫ്രണ്ടിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു കുഞ്ഞ് ഡയറിയാണ്. പിന്നെ അടുത്തത് അതേപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡയറിയാണ് കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ ഫാമിലീനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ മാത്രമല്ല. ഇതിൻ്റെ അകത്ത് പേജ് കുറവാണെന്നേ ഉള്ളൂ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയാണ്. നല്ല രസം കേട്ടോ കാണാൻ. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യുക. പിന്നെ ഇതിൽ റിബൺ കൊടുത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി അടുത്തത് വരുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ്. കുറേ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. ഇത് മെമ്മോ പാഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.